ഇന്ന് നമ്മൾ പോകുന്നത് സൗത്ത് ഇന്ത്യയിൽ ജൈനമതത്തിന് തുടക്കം കുറിച്ച ഒരു ചെറു പട്ടണം കാണാനാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ നിർമ്മിച്ച ശില്പം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ശ്രാവണബെളഗോള. വെൽക്കം ടു മൈൽസ് ഓഫ് ജോയ്. നെലമംഗല സൈഡിൽ ബാംഗ്ലൂർ സിറ്റിയുടെ ഔട്ട്സ്കേർട്സ് കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പോകേണ്ടത് NH75 മംഗലാപുരത്തേക്ക് പോകുന്ന NH75 കയറി കഷ്ടി ഒരു 100 കിലോമീറ്റർ പോയാൽ ശ്രാവണബെളഗോളയ്ക്കുള്ള ടേൺ വരും. ഇപ്പോൾ ഹൈവേയിലോട്ട് കയറി നമുക്കിനി ഡീവിയേഷൻ എടുക്കേണ്ടത് ഹിരിസാവെ എന്നൊരു സ്ഥലത്തു നിന്നാണ്. ഹൈവേയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തനി ഗ്രാമങ്ങളാണ്. ഹേമാവതി കനാൽ ഈ ഭാഗത്തൂടെ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കൃഷിയുണ്ട്. ഇവിടുത്തെ ഒരു പ്രധാന കൃഷിയാണ് തെങ്ങ്. മിക്കവാറും വീടുകളുടെ മുമ്പിലൊക്കെ തേങ്ങ സൂക്ഷിക്കാനായിട്ട് ഒരു കൂട് പോലുള്ള സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ തേങ്ങ കൂട്ടിയിടാറാണല്ലോ പതിവ്. ഇവിടെ അവർ അതിനായിട്ടൊരു സെറ്റപ്പ് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കൃഷിയുടെ കൂടെ തന്നെ കാലി വളർത്തലും ധാരാളമായിട്ട് കാണാൻ പറ്റും. ഹൈവേന്ന് കഷ്ടി ഒരു അരമണിക്കൂർ മാത്രമേ ഇവിടേക്ക് ദൂരമുള്ളൂ. ടൗണിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ വിന്ധ്യഗിരിയും ചന്ദ്രഗിരിയൊക്കെ നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. ഈ മലയുടെ അടിവാരങ്ങളിലൊക്കെ നിറയെ താമരക്കുളങ്ങളുണ്ട്. കുളങ്ങൾ മാത്രമല്ല, അതിലൊക്കെ ഒരുപാട് താമരകളും വിരിഞ്ഞു നിൽപ്പുണ്ട്. ഈ ടൗണിൻ്റെ ഏതു ഭാഗത്ത് നിന്നാലും ബാഹുബലി സ്റ്റാച്യൂയുടെ ഒരു ചെറിയ പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ശ്രാവണബെളഗോള അത്ര വലിയ ടൗണൊന്നുമല്ല. വിന്ധ്യഗിരിയുടെയും ചന്ദ്രഗിരിയുടെ ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ടൗൺ. ഇവിടെ അധികം സ്റ്റേ ഓപ്ഷൻസ് ഒന്നും അവൈലബിൾ അല്ല. ആകപ്പാടെ 1-2 ഹോട്ടൽസും പിന്നെ കുറച്ച് ധർമ്മശാലകളും ഗസ്റ്റ് ഹൗസസും മാത്രമേ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ ബുക്ക് ചെയ്തത് SDK റെസിഡൻസി എന്ന് പറഞ്ഞൊരു ഹോട്ടലാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ഹോട്ടലാണ്. 1400 രൂപയ്ക്ക് താമസിക്കാനുള്ള റൂം കിട്ടും. മഴയൊക്കെ പെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും റൂമിലിരിക്കാനുള്ള പരിപാടിയില്ല. ഈ ടൗണിൻ്റെ ഒത്ത നടുക്ക് കല്യാണി എന്ന് പറഞ്ഞൊരു കുളമുണ്ട്. ഈ കുളത്തിന് ചുറ്റുമാണ് ശ്രാവണബെളഗോള എന്ന ടൗൺ ഉണ്ടായി വന്നിട്ടുള്ളത്. നമ്മുടെ കോഴിക്കോട് മാനാഞ്ചിറയൊക്കെ പോലെ. ശ്രാവണ എന്ന് പറഞ്ഞാൽ ജൈന സന്യാസി എന്നും ബെളഗോള വെള്ള കുളം എന്നൊരർത്ഥമുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് ശ്രാവണബെളഗോള എന്ന പേര് വന്നത് തന്നെ. എന്തൊക്കെ പറഞ്ഞാലും നല്ല വൃത്തിയായിട്ട് ഈ കുളം അവർ സൂക്ഷിച്ചിട്ടുണ്ട്. നേരത്തെ പ്ലാൻ ചെയ്ത പോലെ രാവിലെ 6 മണിക്ക് തന്നെ എഴുന്നേറ്റ് വിന്ധ്യഗിരി കയറാൻ വേണ്ടി തയ്യാറായിട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ നേരത്തെ തന്നെ മല കയറി തുടങ്ങിയിട്ടുണ്ട്. വെയിലിന് ചൂട് കൂടുന്നതിന് മുമ്പ് കയറുന്നതാണ് ഏറ്റവും നല്ലത്. മലയുടെ മുകളിലേക്ക് ചെരുപ്പിട്ട് കയറാൻ അവരാരും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ചൂട് കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രാവിലത്തെ കാലാവസ്ഥ എന്തായാലും കൊള്ളാം. മഴയൊന്നുമില്ല, ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഈ മലയിൽ സ്റ്റെപ്പുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എത്രയായാലും 600-ലധികം സ്റ്റെപ്പുകൾ കയറിയാലേ നമുക്ക് മുകളിലെത്താൻ പറ്റുള്ളൂ. മല കയറി പകുതി ആകുമ്പോൾ തന്നെ നമുക്ക് ശ്രാവണബെളഗോള ടൗൺ മൊത്തമായിട്ട് കാണാൻ പറ്റും. ഇവിടെ അടുത്തുള്ള വേറൊരു മേജർ ടൗൺ ആണ് ചന്നരായപട്ടണ. അതിൻ്റെ ഒരു ദൂരക്കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആദ്യം മല കയറി എത്തുന്നത് ഒരു ബസ്തിയിലേക്കാണ്. ബസ്തി എന്ന് പറഞ്ഞാൽ ജൈന അമ്പലം എന്നാണ് അർത്ഥം. ജൈന സന്യാസികൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. മെയിനായിട്ടുള്ളൊരു ബസ്തിയാണ് ഒഡേഗൾ ബസ്തി. ഈ മലയുടെ മുകളിൽ പണ്ട് കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് കല്ലുകളിലാണ്. വിന്ധ്യഗിരി, ചന്ദ്രഗിരി ഇതൊക്കെ വരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. ഡ്രോണൊന്നും ഇങ്ങോട്ട് അലൗഡ് അല്ല. താഴെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് മാത്രമേ നമുക്ക് മുകളിലേക്ക് വരാൻ പറ്റുള്ളൂ. ഈ മലയുടെ പല ഭാഗത്തും ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ചില്ലൊക്കെ ഇട്ട് സംരക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ആളുകൾ കയറി നശിപ്പിക്കാതിരിക്കാനൊക്കെ ആയിരിക്കും. മറ്റൊരു പ്രധാന ആകർഷണം ത്യാഗട കമ്പയാണ്. വള്ളികളും പൂക്കളൊക്കെ കാർവ് ചെയ്ത് വെച്ചിട്ടുള്ളൊരു തൂണാണ് ത്യാഗട കമ്പ. ഇവിടെ ഏത് കല്ലിൽ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ കൊത്തുപണികൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചുകൂടി മുകളിലേക്ക് കയറിയപ്പം നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് എത്തി.
ഇവിടുത്തെ ഒരു പ്രത്യേകത, നമ്മൾ താഴേന്ന് കയറി തുടങ്ങുമ്പം എവിടെയും നമുക്ക് ബാഹുബലി സ്റ്റാച്യൂയുടെ ഒരു ഭാഗം പോലും കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. മുകളിലെത്തി പ്രധാന അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയാൽ മാത്രമേ നമുക്കതിൻ്റെ ആദ്യത്തെ വ്യൂ കിട്ടുള്ളൂ. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത ശില്പം, 57 അടി ഉയരമുള്ള ബാഹുബലി അഥവാ ഗോമതേശ്വര പ്രതിമ. ആദ്യ ജൈന തീർത്ഥങ്കരനായ ഋഷഭനാഥൻ്റെ മകനാണ് ബാഹുബലി. ഇവിടെയുള്ള ഈ ശില്പം 1000 വർഷത്തിലധികം പഴക്കമുണ്ട്. സഹോദരൻ ഭരതനുമായിട്ടുള്ള യുദ്ധത്തിൽ മാനസാന്തരം വന്ന് കാട്ടിൽ പോയി 1 വർഷത്തോളം ഒറ്റയ്ക്ക് നിന്ന് തപസ് ചെയ്തതിന് ശേഷമാണ് ബാഹുബലിക്ക് കേവല ജ്ഞാനം ലഭിക്കുന്നത്. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരുന്നപ്പം വള്ളികളൊക്കെ ദേഹത്ത് ചുറ്റിയിട്ടുള്ള ആ ഒരു രൂപമാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഭക്തരും ടൂറിസ്റ്റുകളും മാത്രമല്ല, ഇവിടെ നമുക്ക് ദിഗംബര സന്യാസികളെയും കാണാൻ പറ്റും. ജീവിതത്തിൽ എല്ലാം ഉപേക്ഷിച്ച്, അതായത് സ്വന്തം വസ്ത്രം പോലും ഉപേക്ഷിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ് ദിഗംബര സന്യാസികൾ. കുറേ കാലമായിട്ടുള്ള ആഗ്രഹമായിരുന്നു ശ്രാവണബെലഗോളയിലെ ഈ ബാഹുബലി സ്റ്റാച്യു ഒന്ന് വന്ന് കാണണം എന്നുള്ളത്. അതിനുശേഷം ഞങ്ങൾ ഈ മലയുടെ പല ഭാഗത്തും കുറേ ബസ്തികളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങി പതുക്കെ താഴോട്ടിറങ്ങി. ഈ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ അടിപൊളിയാണ്. കല്യാണിയും ടൗണും മാത്രമല്ല, അതിനപ്പുറത്തേക്ക് കുറേ ലേക്കുകളും പാടങ്ങളും ഒക്കെ ആയിട്ട് കണ്ണെത്താ ദൂരത്തോളം കുറേ കാഴ്ചകളുണ്ട്. താഴെ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തിനടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. എല്ലാ ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും കാണുന്ന പോലെ ഇവിടെയും കുറേ ഷോപ്സൊക്കെ ഉണ്ട്. ഞങ്ങളും ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്തിയതിന് ശേഷം ചന്ദ്രഗിരി കാണാൻ വേണ്ടി പുറപ്പെട്ടു. നമ്മളൊക്കെ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള മൗര്യ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ തൻ്റെ അവസാന നാളുകൾ ചെലവഴിച്ച സ്ഥലമാണ് ചന്ദ്രഗിരി ഹിൽസ്. നോർത്തിലുണ്ടായിരുന്ന ഒരു ഭക്ഷ്യക്ഷാമം മൂലം തൻ്റെ ഗുരുവായ ഭദ്രബാഹുവുമൊത്ത് ചന്ദ്രഗുപ്ത മൗര്യൻ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് സൗത്ത് ഇന്ത്യയിൽ ജൈനിസം പ്രചരിച്ചു തുടങ്ങിയത്. ഇവിടുത്തെ ബസ്തികളൊക്കെ വെൽ മെയിൻറ്റൈൻഡ് ആണ്. വിന്ധ്യഗിരിയെ വെച്ച് നോക്കുമ്പം ഇവിടെ ഒരുപാട് ബസ്തികളുണ്ട്. ഇത് ബാഹുബലിയുടെ സഹോദരനായ ഭരതൻ്റെ പൂർത്തിയാവാത്തൊരു പ്രതിമയാണ്. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഗ്രാൻഡാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാക്കിയൊരു സംഭവമാണ് ഇതെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്കത് ശരിക്കും അപ്രിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ കാണുമ്പം ഇങ്ങോട്ട് എത്തിപ്പെടാൻ ഇത്രയും വർഷം എടുത്തല്ലോ എന്നുള്ളൊരു കുറ്റബോധമുണ്ട്. ഹിസ്റ്ററിയും ആർക്കിടെക്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യം ഉറപ്പാണ്. മൈസൂരിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നൊക്കെ ചുരുങ്ങിയ മണിക്കൂറുകൾ കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മഹാമസ്തകാഭിഷേക എന്നൊരു ഫെസ്റ്റിവലുണ്ട്. അതാണ് ശ്രാവണബെലഗോളയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ. അടുത്ത മഹാമസ്തകാഭിഷേക 2030-ലാണ്. ഇവിടെ നിലത്ത് ഏത് പാറയിൽ നോക്കിയാലും കുറേ ഇൻസ്ക്രിപ്ഷൻസ് കാണാൻ പറ്റും. ചിലതൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചിലതൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ കാണാനുള്ള ബസ്തികളുടെ ഡീറ്റെയിൽസ് ഒക്കെ ബോർഡിലാക്കി വെച്ചിട്ടുണ്ട്. ഗവൺമെൻറ് എന്തായാലും നല്ല രീതിയിൽ ഇതൊക്കെ സംരക്ഷിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്യുന്നവർക്ക് ബസ്സിലും പിന്നെ ട്രെയിനിലും വരാനുള്ള സൗകര്യമുണ്ട്. ശ്രാവണബെലഗോളയിൽ ഒരു റെയിൽവേ സ്റ്റേഷനും ഉണ്ട്. ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ താഴെ ട്രെയിൻ പോകുന്ന സൗണ്ടൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ചന്ദ്രഗിരിയുടെ സൈഡിൽ ചാരുഗിരി എന്ന് പറഞ്ഞിട്ടൊരു മല കൂടി അവർ സെറ്റപ്പ് ആക്കുന്നുണ്ട്. അതിൻ്റെ പണിയൊക്കെ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. തിരിച്ചുള്ള യാത്രയിലാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ടി വിയിൽ കാണുന്നവരും ഫോൺ എടുത്തിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ഇനിയുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഐ ആം ഷിജോയ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.